തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ നിയമനം മുതൽ പോളിംഗ് ബൂത്ത് വരെ നീളുന്ന വലിയ ക്രമക്കേടാണ് മഹാരാഷ്ട്രയിൽ നടന്നതെന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഉദ്യോഗസ്ഥരുടെ വിശ്വാസ്യത തകർക്കാനാണ് രാഹുൽ ഗാന്ധിയുടെ ശ്രമമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകി. ആരോപണം കള്ളക്കഥകളുടെ രൂപരേഖയെന്ന് BJP അധ്യക്ഷൻ JP നദ്ദ പ്രതികരിച്ചു. പി ആർ സുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പി ആർ സുനിൽ, നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വലിയ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നതാണ് കോൺഗ്രസ് നേതൃത്വം. ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെയാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. എന്താണ് രാഹുൽ ഗാന്ധി ഉയർത്തിയ വിവാദം? അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി എന്താണ്? BJPയുടെ പ്രതികരണം എന്താണ്? അരുൺ, ഇംഗ്ലീഷ് ഹിന്ദി ദിനപത്രങ്ങളിലായി എഴുതിയ ലേഖനങ്ങളിലൂടെയാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണം വീണ്ടും ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി ചർച്ചയാക്കാൻ ശ്രമിക്കുന്നത്. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനം മുതൽ പോളിംഗ് ബൂത്ത് വരെ നീളുന്ന വലിയ ക്രമക്കേടാണ് നടന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയുടെ വിജയത്തിനായി മാച്ച് ഫിക്സിംഗ് നടത്തിയെന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു. വോട്ടിംഗ് ശതമാനത്തിൽ ക്രമക്കേട് നടന്നു, വോട്ടെടുപ്പിൽ ക്രമക്കേട് നടന്നു, വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഈ ഒരു ലേഖനത്തിൽ അക്കമിട്ട് നിരത്തുകയാണ്. ഏതായാലും മഹാരാഷ്ട്രയിലെ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറി ഇനി ബീഹാറിലേക്ക് കൂടി വ്യാപിക്കാൻ പോവുകയാണ് എന്ന് രാഹുൽ ഗാന്ധി ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ ആരോപണം തള്ളിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തി. രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണം തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ആത്മവിശ്വാസം തകർക്കും, വിശ്വാസ്യത തകർക്കും, ഇത് ജനാധിപത്യ സംവിധാനത്തിന് ഗുണം ചെയ്യില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം. രാഹുൽ ഗാന്ധിയുടെ ആരോപണം കള്ളക്കഥയുടെ രൂപരേഖയാണെന്നായിരുന്നു BJP അധ്യക്ഷൻ JP നദ്ദ പറഞ്ഞത്. കർണാടകത്തിലും തെലങ്കാനയിലും കോൺഗ്രസ് വിജയിച്ചപ്പോൾ ഇത്തരം ആരോപണങ്ങൾ രാഹുൽ ഗാന്ധിക്ക് ഇല്ലായിരുന്നു. അതേസമയം പരാജയപ്പെടുമ്പോൾ മാത്രമാണ് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമൊക്കെ ഇത്തരത്തിലുള്ള ആക്ഷേപം എന്നാണ് JP നദ്ദയുടെ പ്രതികരണം വന്നത്. ഏതായാലും ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധി ഈ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണം കൂടുതൽ ശക്തമായി ഉയർത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടുത്ത മാസം പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ദേശീയ തലത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറി വിഷയം കൂടുതൽ ശക്തമാക്കുക, അതിന്റെ ഭാഗമായി തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ലേഖനം വന്നിരിക്കുന്നത്. അതേസമയം ബീഹാറിൽ പരാജയ ഭീതി മുന്നിൽ കണ്ടുള്ള ഒരു ജാമ്യമെടുക്കലാണ് രാഹുൽ ഗാന്ധിയുടെ ഈ നീക്കം എന്ന തരത്തിലായിരിക്കും BJPയുടെ ഇനി മറുപടി പ്രചരണം വരാൻ പോകുന്നത്. അതായാലും ദേശീയ തലത്തിൽ വലിയ വാക്പോരുകളുടെയും രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളുടെയും ദിനങ്ങൾ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത്. ഇപ്പോൾ